മാനിപ്പുലേറ്റ് ചെയ്യാൻ ഗബ്രിയെ കഴിഞ്ഞേ ഉള്ളൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ വാഴത്തോട്ടം അവർ രണ്ടുപേരും ചേർന്ന് ജബ്രികൾ പിടിച്ചടക്കിയിട്ടുണ്ട്. അവിടെ എന്താണ് നന്ദനെ പിടിച്ചിരുത്തി ബ്രെയിൻ വാഷ് ചെയ്യാണ്. അതായത് ജിൻഡോയ്ക്ക് എതിരാകണം. കാരണം ഈ ഒരു പവർ കോയിൻ ടാസ്കിലെല്ലാം ഒരു ടീമിലായിരുന്നിട്ട് പോലും ജാസ്മിൻ ചോറ് ഇവിടെയും കൂറ അവിടെയും എന്ന് കാണിച്ചിട്ട് അത് നന്ദനയാണ് ആദ്യം എടുത്തിട്ടതും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതും എല്ലാവർക്കും അറിയാലോ. സോ അപ്പൊ ഗബ്രി അപ്പുറത്തുള്ളത് കൊണ്ടാണ് നന്ദന അത് അങ്ങനെ പറഞ്ഞത്. ജിൻഡോയുടെ ടീമിൽ ഇരുന്നിട്ട് ഇവരെ ചതിച്ചു എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നന്ദനെ കൺഫ്യൂസ് ചെയ്ത് വിടണം. ആ ജിൻഡോ, അതായത് അവരെല്ലാം ടീം വേറെയാണ്. ആക്ച്വലി ജാസ്മിനും ജിൻഡോയാണ് ഒരു ടീമിലുള്ളത്, നന്ദന വേറെ ടീമിലാണ്. എന്നിട്ടും പുറത്ത് നിന്ന് കളി കണ്ട നന്ദനയ്ക്ക് തോന്നി ജാസ്മിൻ ചതിക്കുകയാണ്, ജാസ്മിൻ അവിടെ കൂറുമാറി കളിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് സ്വന്തം ടീമിനെ ചതിക്കുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് ആ പോയിന്റ് അവിടെ എടുത്തിട്ടിട്ട് നന്ദന അത് പറഞ്ഞത്. ചോറുണ്ണുന്നവരാണ്, കണ്ടാൽ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിരുന്നു. സോ അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഗബ്രിക്കും ജാസ്മിനും മനസ്സിലായി നന്ദന ഇങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും പോയിന്റുകൾ കയറി പിടിക്കുന്നുണ്ട്. സോ നമ്മൾ അവളെ വരുതിയിലാക്കണം എന്നുള്ളതും നന്നായിട്ട് മനസ്സിലായി. കാരണം ഇതുവരെ ഉള്ളവരെല്ലാം ഇനി അങ്ങനെ പാട്ടിലാക്കാനൊന്നും കിട്ടില്ല. സോ അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നന്ദനെ ആ വാഴത്തോട്ടത്തിൽ പിടിച്ചിരുത്തി ഇങ്ങനെ പറയണം, നിങ്ങൾ എങ്ങനെ 11 പേര്, നിങ്ങളൊന്നും ആലോചിക്കുന്നില്ലേ, നിങ്ങളുടെ പോയിന്റ് ഒക്കെ വാലിഡ് അല്ലേ, അപ്പൊ ഇതുപോലൊരു മണ്ടനെ നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്ത് 11 പേരും കൂടി ചേർത്ത് നിങ്ങൾ എന്താണ് ക്യാപ്റ്റനാക്കും, എന്നിട്ടും പവർ ടീമിന്റെ അണ്ടറിലല്ലേ നിന്ന്, അപ്പോൾ അത്രയും പോലും കഴിവില്ലാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെ ക്യാപ്റ്റനാക്കും എന്നുള്ളത് നന്ദനെ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് മാത്രമല്ല രണ്ടാമത് വീക്കിലും ആദ്യ ഒരാഴ്ച ജിൻഡോ ക്യാപ്റ്റനായി, എന്നിട്ട് രണ്ടാമത്തെ ആഴ്ചയിലും ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് 7 പേര് വോട്ട് ചെയ്തിരുന്നു. സോ അങ്ങനെ ഒരു ടാസ്കിലൊക്കെ വന്നതാണ്. അപ്പൊ പറയണ രണ്ടാമത് കൂടി നിങ്ങൾ 7 പേര് വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ പോയിന്റുകൾ അവിടെ നിങ്ങളെ ജിൻഡോ ആണ് മണ്ടനാക്കിക്കൊണ്ടിരിക്കുന്നത്, ജിൻഡോ അത് യൂസ് ചെയ്യാണ്, ഇനിയെങ്കിലും സ്വന്തമായിട്ട് ചിന്തിക്ക് എന്നെല്ലാം പറഞ്ഞ് ജാസ്മിനും ഗബ്രിയും ചേർന്നിട്ട് ഘോരം അങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച് നന്ദനെ അങ്ങനെ കൺഫ്യൂസ് ചെയ്ത് വിടുമ്പോൾ നന്ദന ആണോ ചേട്ടാ, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ കാണുന്നതിൽ നന്ദന ഇവരുടെ ബ്രെയിൻ വാഷിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ജിൻഡോയോട് കൂട്ടുകൂടുന്നില്ല, എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. പക്ഷേ ഇത്രയും കണ്ണിങ് ആയ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗബ്രിയുടെ വാക്ക് കേട്ട് വീണുപോയാൽ ഇതുവരെ വന്ന ഒരു 50 ദിവസം വരെ കൂടെ നിന്ന രശ്മിനെ ഒരൊറ്റ നിമിഷം അഴിച്ചു വിട്ട് പെരുവഴിയിലിട്ട പോലെ ഇട്ടതാണ് ഗബ്രിയാണ് ഇങ്ങനെ അഴിച്ചു വിട്ടത്. അവസാനം രശ്മിന് ഗത്യന്തരമില്ലാതെ ഈ ക്യാമറയിലൂടെ നോക്കി പറയേണ്ടി വന്നു, ബിഗ് ബോസ് എന്നെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കൂ, എനിക്ക് ആരോടെങ്കിലും പറയണം, എന്നെ കേൾക്കാൻ ആരില്ല, എനിക്ക് കുറേ വിഷമമുണ്ട് പറയണം എന്ന് പറയുന്നത് ആരും നമ്മൾ മറന്നിട്ടില്ല. ബിഗ് ബോസിനോടാണ് പോയി സങ്കടം പറഞ്ഞത്. രശ്മിന്റെ ഈ സങ്കടം കേൾക്കാൻ ആ വീട്ടിൽ ആരുമില്ല. ഉറ്റ സുഹൃത്താണ് ജാസ്മിൻ പോലും ഇല്ല. അപ്പോ ഈ കൂടെ കൊണ്ടുപോയിട്ട് അങ്ങ് അറ്റം വരെയും കൈപ്പിടിക്കുക എന്ന് പറഞ്ഞ് പാതി വഴിക്ക് അഴിച്ചു വിട്ടിട്ട് രണ്ടും കൂടി ഒന്നായ ടീമുകളാണ്. നോക്കിയും കണ്ടും നന്ദന നിന്നില്ലെങ്കിൽ നന്ദനയ്ക്ക് അതിനേക്കാൾ ഗതികേടായിരിക്കും. പക്ഷെ അത്രയും രശ്മിനെ പോലെ അത്രയും അങ്ങോട്ട് നന്ദനയുടെ ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ 3 ആഴ്ച ഈ വീട്ടിൽ ജീവിച്ചത് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ പോയി കഴിഞ്ഞാൽ ഗതി അതോ ഗതി എന്നുള്ളതാണ്. അപ്പോൾ ഇനി നന്ദന കൂടിയേ ഉള്ളൂ. ഇപ്പോൾ സായിനൊന്നും ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റില്ല, അഭിഷേകിനും ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റില്ല. 6 പേര് ഒരുമിച്ച് വന്നതാണ്. സിബിന് ഒരിക്കലും കിട്ടില്ലായിരുന്നു, സിബിന് ഇപ്പൊ ഔട്ടായി പോയി. പൂജയും അതുപോലെ ഒന്നും കിട്ടില്ലായിരുന്നു. പക്ഷെ അത് അങ്ങനെ കിട്ടുമോ ഇല്ലോ എന്നൊക്കെ ഇവർ ആലോചിക്കുന്നതിന് മുൻപേ പൂജയും പോയി. പിന്നെ ആകെ ഉണ്ടായിരുന്ന 4 പേരാണ്. അതിൽ കഴിഞ്ഞ ദിവസം അബി എവിക്റ്റ് ആകുകയും ചെയ്തു. അപ്പൊ 6 വൈൽഡ് കാർഡ് വന്നില്ലേ. നിന്നവര് വീടിനകത്ത് ഉണ്ടായവര് അവിടെ തന്നെ നിൽക്കുന്നു. വൈൽഡ് കാർഡ് വന്നതിലാണ് 3 പേര് പോയി കഴിഞ്ഞു. ഇനി 3 പേരാണുള്ളത്. 3 പേരിൽ ആരും പിടിക്കുക. കാരണം ഇവിടെ ഏകദേശം കളികളും വെളിയിൽ നിന്ന് കണ്ടിട്ട് വന്നിട്ടുള്ള ആളുകളാണല്ലോ. അപ്പൊ അതിൽ 3 പേര് ആരെ പിടിക്കാൻ. ഇന്നലെ കുറെ കാര്യങ്ങളൊക്കെ ഇവരുടെ നെഗറ്റീവ് ആണെന്ന് ഇവർ രണ്ടുപേരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ കൂട്ടത്തില് നന്ദന ജാസ്മിൻ ഗബ്രിയെ പൊളിച്ചെടുക്കാനായിട്ടാണ് പലയിടത്തും നന്ദന അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പൊളിച്ചെടുക്കും, വലിച്ചു കീറും എന്നുള്ളത് ഓപ്പൺ അപ്പായി പറഞ്ഞതുകൊണ്ട് ഗബ്രിക്ക് നന്ദനെ കൂട്ടുപിടിക്കണം, ഇവിടെ ഗ്യാങ്ങിലേക്ക് ചേർത്തണം. കാരണം നന്ദന പലയിടത്തും ആ വോയിസ് റേസ് ചെയ്ത് അവർക്കെതിരായിട്ട് വോയിസ് ഔട്ട് ചെയ്യുന്നത് ഇനി അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഏതൊക്കെ വിധത്തിൽ ജാസ്മിനൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഈ പറയുന്നത് കേൾക്കൂ, ഇതൊന്ന് കേൾക്കൂ. അതായത് ആ നമ്മുടെ മനസ്സിലേക്ക്
ഇപ്പൊ ജാസ്മിൻ ഗബ്രി പറയുന്നത് എങ്ങനെ അറിയോ, ആഴത്തിൽ കൊണ്ട് പതിപ്പിക്കുന്ന രീതിയിലാണ് അവരങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിച്ച് അടിമനസ്സിലേക്ക് കൊണ്ടുപോയിടുന്നത്. അതുപോലെ വാഴത്തോട്ടത്തിൽ വെച്ച് ജാസ്മിനും ഗബ്രിയും തമ്മിൽ നന്ദനയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ നന്ദൻ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 50 എപ്പിസോഡ് വരുന്ന സമയത്താണ് ഈ രശ്മിൻ ഒന്ന് എണീച്ച് മാറി ഈ വീക്ക് അവരുടെ കയ്യിൽ നിന്ന് വിട്ടത് കൊണ്ട് മാത്രമാണ് രശ്മിൻ ഇപ്പൊ ക്യാപ്റ്റൻ ആകാൻ പോലും കഴിഞ്ഞത്. അവരുടെ അണ്ടറിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രശ്മിൻ എന്നും ആ വീട്ടിൽ നിന്ന് നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ നോമിനേഷനിൽ പുറത്തു പോകേണ്ട ഒരു കണ്ടീഷൻ വന്നതിന് ഒന്ന് മാറി നിന്നുകൊണ്ട് മാത്രമാണ് പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും അലിവുണ്ടായി വോട്ട് കിട്ടിയത് തന്നെ. ഇപ്പൊ ക്യാപ്റ്റനായി ഇതുമാതിരി ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ രശ്മിനുള്ള പോലെ തന്നെ നന്ദനയ്ക്ക് മാറാം. അല്ലെങ്കിൽ നന്ദന അങ്ങനെയൊന്നും പോവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഏതിരുന്നാലും അടുത്ത ഗബ്രിയും ജാസ്മിന്റെ ഭയങ്കരമായിട്ടൊരു പ്ലാനിങ് ആണ് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്നത്. നന്ദനയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് ഒരാളെങ്കിലും രശ്മിൻ പോയില്ല, പകരം ഒന്നും വേണം, മറ്റുള്ള ഗ്യാങ്ങുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാർത്ത കിട്ടുന്നത്, ന്യൂസ് കിട്ടി അതെന്താണെന്ന് പൊളിച്ചെടുക്കാൻ ഒരാൾ വേണമല്ലോ. സോ ഇനി പഴയ പോലെ രശ്മിൻ നിൽക്കില്ലായിരിക്കും, ഇനി ഒരു പക്ഷെ ഇപ്പൊ ക്യാപ്റ്റന് പോയി. അപ്പോൾ നന്ദനെ കൂട്ടുപിടിക്കുകയാണ്. അപ്പോൾ നന്ദൻ ഇത് വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി എപ്പിസോഡ് ഇതൊക്കെ കണ്ടാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.